നമ്മുടെ കയ്യിലുള്ള പൈസയെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടുന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടിയാൽ എത്ര അടിപൊളിയായിരിക്കും. ഇതിനെയാണ് ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? FD ആണല്ലേ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. എല്ലാവർക്കും ഏറെക്കുറെ FD ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് ബാങ്കിൽ പോയിട്ട് പൈസ ഇട്ടാൽ ഒരു ടെൻഷനും ഇല്ല, ഒരു റിസ്ക്കും ഇല്ല, വളരെയധികം സേഫ് ആണ്. ബാങ്ക് ഫിക്സ്ഡ് ആയിട്ട് 5 മുതൽ 6% വരെ ഇൻട്രസ്റ്റ് ഇയർലി തരും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് വെറും തല്ലിപ്പൊളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വർഷം 5% റിട്ടേൺസ് കിട്ടിയാൽ ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്നില്ല. ഈ 5% പുറത്തിന് ടാക്സ് കൂടി അടച്ചു കഴിഞ്ഞാൽ ഇൻഫാക്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇടുന്ന പൈസ താഴോട്ടാണ് പോകുന്നത് എന്ന് പലരും ഇന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ്. അതായത് പൈസ ഇട്ടാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടണം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് പണ്ട് ഞാൻ നിങ്ങൾക്ക് ബോണ്ടുകളെ പറ്റി പഠിപ്പിച്ചു തന്നത്. ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ എന്താണ് ബോണ്ടുകൾ എന്ന് വിശദമായിട്ട് മനസ്സിലാകും. എന്താണ് ബോണ്ട്സ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഉപകാരങ്ങൾ എന്താണ്, എല്ലാം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും വളരെ പെട്ടെന്ന് ഒരു ക്വിക്ക് റിഫ്രഷർ നടത്താനാണെങ്കിൽ വളരെ പെട്ടെന്ന് ബോണ്ട്സ് എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് നാട്ടിലുള്ള കമ്പനികൾക്ക്, അത് എന്ത് കമ്പനിയും ആകാം, പ്രൈവറ്റ് കമ്പനി ആകാം, NBFCs നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനീസും ആകാം. ഈ കമ്പനീസിന് ഗ്രോത്തിന് വേണ്ടി പണം വേണമെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാം? ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി IPO ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പണം റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെയാണല്ലോ, അല്ലെങ്കിൽ ഇത് തന്നെയാണല്ലോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇക്വിറ്റി മാർക്കറ്റിൽ കാണുന്നത്. എന്നാൽ ഈ കമ്പനീസിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ ഇവർ കടമെടുക്കാൻ റെഡിയാണ്. ഡെറ്റ് റേസ് ചെയ്യാൻ ഇവർ റെഡിയാണെങ്കിൽ ഇവർ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യും. ഈ ബോണ്ട്സിൽ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പണം ഈ കമ്പനീസിന് പോകും. ഈ കമ്പനീസ് ഈ പണം ഇവരുടെ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് ഇതിന് പകരം ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇവര് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യും. അപ്പൊ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ? കമ്പനീസിന് ഗ്രോത്തിനായിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ബോണ്ട്സിനെ പറ്റി നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളത്. ഇതൊരു ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. FDയിലും കിട്ടുന്നത് ഫിക്സ്ഡ് ഇൻകം ആണ്. അതായത് ഫിക്സ്ഡ് ആയിട്ട് 5 to 6% കിട്ടുന്നുണ്ടെങ്കിൽ ബോണ്ടിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടും എന്നുള്ള ഗ്യാരണ്ടി ഈ കമ്പനികൾ നമുക്ക് തരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബോണ്ട്സ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കണമെങ്കിൽ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ നമുക്ക് വേണം. ഈ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ വേണം? ഇക്വിറ്റി വേണം, അതായത് സ്റ്റോക്സ് വേണം, കുറെ മ്യൂച്വൽ ഫണ്ട് വേണം. മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് വേണം. അതുപോലെ നിങ്ങളുടെ റിസ്കിനനുസരിച്ച്, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ച് കുറച്ച് ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി വേണം. അവിടെയാണ് പലരും FDയിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള അലോക്കേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണ്ട്സ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബോണ്ട്സ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും വിശദമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വീഡിയോ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല, മുഴുവനായിട്ട് കണ്ടാൽ എല്ലാം തന്നെ മനസ്സിലാകും. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബോണ്ട്സ് എന്താണെന്ന് കുറച്ചെങ്കിലും ഐഡിയ ഉണ്ട് എങ്കിൽ, ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ള 3 മേജർ കൺസേൺസ് ഉണ്ട്. അതായത് ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ, ആ വീഡിയോക്ക് ഇന്ന് നിയർലി 6 ലക്ഷത്തിൽ പരം വ്യൂസ് ഉണ്ട്. അതിന്റെ കമന്റ് സെക്ഷനിൽ നോക്കിയാലും അല്ലെങ്കിൽ ഞാൻ എവിടെ ബോണ്ട്സിനെ പറ്റി സംസാരിക്കാൻ പോയാലും 3 കൺസേൺസ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ കൺസേൺ എല്ലാവരും പറയുന്നത്, ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വളരെ കൂടുതലാണ്. അതായത് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പല പ്ലാറ്റ്ഫോംസിൽ പോയാലോ അല്ലെങ്കിൽ ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരെ കമ്പനിയിൽ പോയാലോ മനസ്സിലാക്കാൻ പറ്റുന്നത് 2 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ, ചില ബോണ്ടുകളിൽ 10 ലക്ഷം രൂപ വരെയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. ഇതൊരു സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത എമൗണ്ട് ആണ്. അതുകൊണ്ട് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂടുതലാണ് എന്നൊരു കൺസേൺ ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കൺസേൺ ഞാൻ കേൾക്കുന്നത് സേഫ്റ്റി അറൗണ്ട് ആണ് അല്ലെ? നിങ്ങളുടെ മനസ്സിലുള്ളത് അത് തന്നെയായിരിക്കും. അതായത് നമ്മൾ ഒരു കമ്പനിക്ക് പണം കടം കൊടുക്കുകയാണ്. നാളെ കമ്പനി കടം വാങ്ങിച്ച പൈസ തിരിച്ചു തന്നില്ലെങ്കിലോ, കമ്പനി പൂട്ടി പോയാലോ, കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോയാലോ നമ്മുടെ പണം എങ്ങനെ തിരിച്ചു കിട്ടും? അപ്പൊ ഇത് എത്രമാത്രം സേഫ് ആണ് എന്നൊരു ടെൻഷൻ എല്ലാവരുടെ മനസ്സിലുണ്ട്. കാരണം FD എന്ന് പറയുന്നത് അടിപൊളിയാണ്, സേഫ് ആണ്. ബാങ്കിൽ പണം ഇട്ടാൽ ഏറെക്കുറെ എന്തായാലും റിട്ടേൺസ് കിട്ടേണ്ടതാണ്. ബോണ്ട്സ് എത്രമാത്രം സേഫ് ആണ് എന്നൊരു കൺസേൺ ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ കൺസേൺ പലരും പറയുന്നത്, അതായത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഒക്കെ
മാക്സിമം കുറവുള്ള സേഫ്റ്റി ഒക്കെ കുറച്ച് കൂടുതലുള്ള ബോൺസിലേക്ക് നോക്കിയാൽ റിട്ടേൺസ് വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ വർഷം കിട്ടുന്നത് വെറും 6 മുതൽ 7% ഇൻട്രസ്റ്റ് റിട്ടേൺസ് മാത്രമായിരിക്കും. അതും ഒരു കൺസേൺ ആണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് 3 കൺസേൺസ് ഉള്ളത്? മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ ഇത് അത്ര സേഫ് ആണോ എന്നൊരു കൺസേൺ ഉണ്ട്, അതുപോലെ മൂന്നാമത് റിട്ടേൺസ് കിട്ടുന്നതോ വളരെയധികം കുറവാണ്. അപ്പൊ ഈ കൺസേൺസ് എല്ലാം കേട്ടപ്പോൾ ഞാനും ഇൻഫാക്ട് അന്വേഷിക്കുകയായിരുന്നു ഈ കൺസേൺസ് എല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് വിൻഡ് വെൽത്ത് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയും അതെങ്ങനെ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് മനോഹരമാണ് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിൻഡ് വെൽത്തിന്റെ ഒരു മനോഹാരിത പറയുകയാണെങ്കിൽ ഇത് സിറോദ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ക്രെഡിന്റെ കുനാൽ ഷാ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറെ അധികം മാർക്കി വിസിസും ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വിൻഡ് വെൽത്ത്. അപ്പോൾ വിൻഡ് വെൽത്ത് എങ്ങനെയാണ് ഈ പ്രോബ്ലം 3 കൺസേൺസ് ഉണ്ടെന്ന് പറയുന്നു. ഈ 3 കൺസേൺസിനെയും അടിപൊളിയായിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് വിൻഡ് വെൽത്തിലൂടെ സേഫ് ആയിട്ടുള്ള ബോണ്ടുകളിലേക്ക് മിനിമം 10,000 രൂപയായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അതിശക്തമായി താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഏറെക്കുറെ എല്ലാവർക്കും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് സേഫ്റ്റി അറൗണ്ട് ആണല്ലോ. വിൻഡ് വെൽത്തിന്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഏറെക്കുറെ സേഫ്റ്റി കൂടിയിട്ടുള്ള ബോണ്ടുകളാണ്. അപ്പൊ എങ്ങനെയാണ് ബോണ്ടിന്റെ സേഫ്റ്റി വിൻഡ് വെൽത്ത് കൂട്ടുന്നത്? വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തത് റിട്ടേൺസ് അറൗണ്ട് ആണല്ലോ നിങ്ങളുടെ കൺസേൺ. വിൻഡ് വെൽത്തിന്റെ പ്ലാറ്റ്ഫോമിലുള്ള ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വർഷം 9 to 11% വരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റിട്ടേൺസ് കിട്ടും. 11% വരെയുള്ള ഫിക്സ്ഡ് റിട്ടേൺസ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് വളരെ ശക്തമായിട്ട് തന്നെ സേഫ്റ്റി കൂടിയ, മിനിമം ഇൻവെസ്റ്റ്മെന്റ് സൈസ് വളരെ കുറഞ്ഞ, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഹൈ റിട്ടേൺസ് ഉള്ള ഒരു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുന്നതെല്ലാം മനസ്സിലാക്കാനായിട്ട് നീവഷാർ ഷംസുദ്ദീൻ. വെൽക്കം ടു മാർക്കറ്റ് ഫീഡ്. ഏറ്റവും ആദ്യം ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് അറൗണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കൺസേൺസ് കംപ്ലീറ്റ്ലി മാറ്റി തരലാണ് ലക്ഷ്യം. അതിനുശേഷം നമുക്ക് പ്ലാറ്റ്ഫോം പരിചയപ്പെടാം. അതിനുശേഷം വളരെ നിഷ്പക്ഷമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ള റിസ്കുകളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് തുറന്ന് സംസാരിക്കാം. അപ്പോൾ കൺസേൺസ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ കൺസേൺ വളരെ പെട്ടെന്ന് മാറി തന്നിട്ടുണ്ട്. വെറും 10,000 രൂപയുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ കൺസേൺ അവിടെ തീർന്നു. രണ്ടാമത്തത് റിട്ടേൺസ് ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ 9 മുതൽ 11% വരെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. ആ ഒരു കൺസേണും അവിടെ തീർന്നിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ കൺസേൺസ് ആയിട്ടുള്ള സേഫ്റ്റിയെ പറ്റി വിശദമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ശരിക്കും സേഫ് ആണോ? അപ്പൊ ഇവിടെ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനേക്കാളും എത്രയോ സേഫർ ആണ് ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഇതല്ലേ? അതായത് കമ്പനി പണം തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു അല്ലേ? കമ്പനി നമ്മൾ കടം കൊടുത്ത പണം തിരിച്ചു തരാത്ത ഒരു അവസ്ഥ എത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് കമ്പനി പാപ്പരായി എന്നാണ്. കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വലി ഇക്വിറ്റി ഹോൾഡേഴ്സിൽ, ആ കമ്പനിയുടെ ഷെയറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. റൈറ്റ്? അപ്പോൾ ഒരു കമ്പനിയുടെ ബാങ്ക്രപ്സി നടന്നിട്ട് അതിന്റെ ലിക്വിഡേഷൻ നടത്തിയിട്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പണം തിരിച്ചു കൊടുക്കുന്നത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുകളിലാണ് ബോണ്ട് ഹോൾഡേഴ്സ് ഉള്ളത്. അപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസ്ക് കുറവാണ് ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. എന്നാലും അതൊരിക്കലും പറയാൻ പറ്റിയൊരു കാര്യമല്ല. കാര്യം നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ബോണ്ടിനെ മേ ബി FD ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുമായിട്ടാണ് അല്ലെ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയുടെ ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സ്ഥലത്താണല്ലോ നമ്മൾ ബോണ്ടിന് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ഇക്വിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യണമെന്നില്ല. ആ ഒരു നോളജ് തന്നു എന്ന് മാത്രം. അപ്പൊ ബോണ്ടുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഇതിന്റെ സേഫ്റ്റിയെ പറ്റി മനസ്സിലാക്കാനാണെങ്കിൽ മേജറായിട്ട് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് ആണുള്ളത്. ഒന്ന് സെക്യൂർഡ് ബോൺസ് ആണ്, 2 അൺസെക്യൂർഡ് ബോൺസ് ആണ്. ശരിക്കും ഇതിന്റെ പേരിൽ തന്നെ കാര്യമുണ്ട്, എന്നാലും ഞാൻ വിശദമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സെക്യൂർഡ് ബോൺസ് സെക്യൂർ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സേഫ്റ്റി കൂടുതലാണ്, റിട്ടേൺസ് കുറച്ചൊന്ന് കുറവായിരിക്കും. അൺസെക്യൂർഡ് ബോൺസ് പേരിലുള്ളത് പോലെ സേഫ്റ്റി കുറച്ചൊന്ന് കുറവാണ്, കമ്പാരിറ്റീവ്ലി സേഫ്റ്റി കുറവാണ്, എന്നാൽ കമ്പാരിറ്റീവ്ലി റിട്ടേൺസ് കൂടുതലാണ്. അപ്പൊ എന്താണ് സെക്യൂർഡ് ബോൺസ് എന്നും അൺസെക്യൂർഡ് ബോൺസ് എന്നും മനസ്സിലാക്കാം. അപ്പൊ അൺസെക്യൂർഡ് ബോൺസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്പനി ഇൻവെസ്റ്റേഴ്സിന് അൺസെക്യൂർഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തു. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റർ ഈ കമ്പനിക്ക് പണം കടം കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കൊടുത്ത കടം തിരിച്ചു കൊടുക്കാനായിട്ട് ഈ കമ്പനി യാതൊരുവിധ അസറ്റോ അല്ലെങ്കിൽ ഒരു കൊളാട്രലോ ഇയർമാർക്ക് ചെയ്ത് വെക്കില്ല.
അതായത് നാളെ ഈ ഒരു കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോവുകയാണെങ്കിൽ ഇയാൾ ഇട്ട പൈസ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും. അയാൾക്ക് പണം തിരിച്ചു കൊടുക്കാനായിട്ട് യാതൊരുവിധ അസറ്റും ഇയർമാർക്ക് ചെയ്ത് വെക്കുന്നില്ല കമ്പനി. ഇതിനെയാണ് അൺസെക്യൂർഡ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ? അപ്പൊ അൺസെക്യൂർഡ് ബോണ്ടിൽ പൈസ ഇട്ട എന്താ പ്രശ്നം? നാളെ കമ്പനി കടം കയറി പൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഇട്ട പൈസ പോലും തിരിച്ചു കിട്ടില്ല. അവിടെയാണ് സെക്യൂർഡ് ബോണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് തിരിച്ചു തരാനായിട്ട് എന്തെങ്കിലും ഒരു അസറ്റിനെ കൊളാറ്ററൽ ആയിട്ട് ഈ കമ്പനി മാറ്റിവെക്കും. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. മുത്തൂറ്റ് ഫൈനാൻസ് എന്ന NBFCക്ക് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷന് ഗ്രോത്തിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യണം. ഒരു 1 ലക്ഷം രൂപയാണ് റേസ് ചെയ്യാൻ പ്ലാൻ എന്ന് വിചാരിക്കുക. അപ്പൊ മുത്തൂറ്റ് ഫൈനാൻസ് 1 ലക്ഷം രൂപയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യും. നിങ്ങളാണ് ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ 1 ലക്ഷം മുത്തൂറ്റ് ഫൈനാൻസിന് പേ ചെയ്തിട്ട് നിങ്ങൾ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു സെക്യൂർഡ് ബോണ്ട് ആണ് എങ്കിൽ ഈ 1 ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് മുത്തൂറ്റ് ഫൈനാൻസ് എന്ന കമ്പനി 1 ലക്ഷം രൂപക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസറ്റിനെ ഇയർമാർക്ക് ചെയ്തു വെക്കും. ഒരു NBFC ഒക്കെ ആണെങ്കിൽ പ്രോബബ്ലി ഒരു ലോൺ ആയിരിക്കും ഇയർമാർക്ക് ചെയ്തു വെക്കുക. അപ്പൊ നാളെ ഇനി മുത്തൂറ്റ് ഫൈനാൻസ് പൂട്ടി പോവുകയാണെങ്കിലും, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ, എന്നാലും അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചു പോവുകയാണെങ്കിൽ ബാങ്ക്രപ്സി ഫയൽ ചെയ്യാനായിട്ട് മുത്തൂറ്റ് ഫൈനാൻസ് കോർട്ടിലേക്ക് പോകും. അങ്ങനെ കോർട്ടിന്റെ പ്രൊസീഡിംഗ്സും പരിപാടികളും ഉണ്ടാകും. എല്ലാം കഴിയുമ്പോൾ കോടതിയോ അല്ലെങ്കിൽ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന കമ്പനിയോ നിങ്ങൾക്ക് ഇയർമാർക്ക് ചെയ്തു വെച്ച ആ ഒരു അസറ്റ് ഉണ്ടല്ലോ, ആ ഒരു ലോൺ ഉണ്ടല്ലോ, ആ ലോണിന്റെ റിക്കവറി നടത്തിയിട്ട് അല്ലെങ്കിൽ ആ ലോണിന്റെ അസറ്റിനെ വിറ്റിട്ട് നിങ്ങളുടെ ആ 1 ലക്ഷം രൂപ തിരിച്ചു തരും. ഇതിനെയാണ് സെക്യൂർഡ് ബോണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ? സെക്യൂർഡ് ബോണ്ട്സ് തീർച്ചയായിട്ടും സേഫ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് എഗൻസ്റ്റ് ഒരു അസറ്റ് ഉണ്ട്. നാളെ എന്തെങ്കിലും മോശം സംഭവിച്ച് കമ്പനി പൂട്ടിപ്പോയാലും ആ അസറ്റിനെ വിറ്റ് നമുക്ക് പൈസ തിരിച്ചു തരും. എന്നാലും വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ഈ സംഭവം എത്രമാത്രം പ്രാക്ടിക്കലാണ്. ഞാൻ റിസ്ക്കും ഇവിടെ തുറന്നു പറയുന്നു എന്ന് മാത്രം. അതായത് നിങ്ങൾ കമ്പനിയുടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, കമ്പനി പൂട്ടിപ്പോയാൽ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. സെക്യൂർഡ് ബോണ്ട് ആണെങ്കിൽ അത് എന്ന് തിരിച്ചു കിട്ടും എന്നൊരു ചോദ്യമില്ലേ? ഇത് കോടതിയിൽ പോയി ബാങ്ക്രപ്സിയിലേക്ക് പോയി കോടതി മറ്റൊരു കമ്പനീനെ അപ്പോയിന്റ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ പൈസ തിരിച്ചു കിട്ടാൻ വലിയൊരു സമയം എടുത്തേക്കാം. ഈ ഒരു റിസ്ക് തീർച്ചയായിട്ടും സെക്യൂർഡ് ബോണ്ടിലുണ്ട്. എന്നാലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അൺസെക്യൂർഡ് ബോണ്ട്സുമായിട്ട് എത്രയോ സേഫ്റ്റി കൂടുതലാണ് സെക്യൂർഡ് ബോണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ റിട്ടേൺസ് കുറച്ച് കുറവാണ്. ഏകയുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് കമ്പനി പൂട്ടിപ്പോയാൽ നമ്മുടെ പൈസ തിരിച്ചു കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അപ്പൊ എന്തായാലും ബോണ്ട്സിന്റെ സേഫ്റ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ അൺസെക്യൂർഡ് ബോണ്ട്സ് നോക്കേണ്ട ആവശ്യമില്ല, സെക്യൂർഡ് ബോണ്ട്സ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ വിൻഡ്വെൽത്ത് എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്യൂർഡ് ബോണ്ട്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. വിൻഡ്വെൽത്ത് ഒരു സ്റ്റെപ്പ് കൂടി പോവുകയാണ്. ഓൾറെഡി സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ബോണ്ട്സിന് എടുത്തിട്ട് വിൻഡ്വെൽത്ത് അവരെ സേഫർ ആക്കുകയാണ്. കുറച്ചുകൂടി സേഫ്റ്റി ആഡ് ആക്കാനുള്ള കാര്യങ്ങൾ കൂടി വിൻഡ്വെൽത്ത് ഇവിടെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിൽ തീർച്ചയായിട്ടും സേഫ്റ്റി കൂടിയത് വിൻഡ്വെൽത്തിലുള്ള ബോണ്ട്സ് ആണ് എന്നുള്ളത്. അപ്പൊ എന്താണ് വിൻഡ്വെൽത്ത് ഇവിടെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ മുത്തൂറ്റ് ഫൈനാൻസിന്റെ എക്സാമ്പിൾ എടുത്ത് ആ ഒരു എക്സാമ്പിൾ ഓർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യം മനസ്സിലാകും. അതായത് വിൻഡ്വെൽത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് കൂടുതലും NBFCs ആണ്. അപ്പൊ NBFCയുടെ ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതില്ലേ? അപ്പൊ അവിടെയാണ് വിൻഡ്വെൽത്ത് എന്ന പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു NBFCക്ക് വന്നിട്ടോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വന്നിട്ടൊന്നും അവരുടെ ബോണ്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വിൻഡ്വെൽത്ത് എന്ന കമ്പനി ഹാൻഡ് പിക്ക് ചെയ്യുന്ന കമ്പനീസിന് മാത്രമേ ബോണ്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വിൻഡ്വെൽത്ത് നോക്കും ഈ കമ്പനി നല്ലതാണോ, അതിന്റെ ഓഡിറ്റ് നടത്തും, അവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അവരുടെ മാനേജ്മെന്റിലേക്കും അവരുടെ ഫംഗ്ഷനിലേക്കും അവരുടെ ഫ്യൂച്ചറിലേക്കും അവരുടെ എല്ലാ ഫംഗ്ഷനിലേക്കും നോക്കിയിട്ട് വളരെ നല്ല NBFCസിനെയും വളരെ നല്ല കമ്പനീസിനെയും മാത്രം ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ വിൻഡ്വെൽത്ത് അവരുടെ പ്ലാറ്റ്ഫോമിൽ സഹായിക്കുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു റിസ്ക് അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് പ്രശ്നം എന്താണുള്ളത്? ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി പൂട്ടി പോകുമോ എന്നുള്ളതാണല്ലോ. അപ്പൊ കമ്പനി നല്ലതാണ് എന്നുള്ള വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ചെക്കിങ് അത് വിൻഡ്വെൽത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ സേഫ്റ്റി കുറച്ച് കൂടിയില്ലേ? രണ്ടാമത്തെ കുറേയും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സേഫ്റ്റി കൂടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എന്തായാലും സെക്യൂർഡ് ബോണ്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പലപ്പോഴും ബോണ്ടിൽ പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികള് സെക്യൂർഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രൊട്ടക്ഷന് നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടി അവര് അസറ്റ് മാറ്റിവെക്കും, കൊളാട്രലായി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. ഇതിനെയാണ് കവർ പൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കവർ പൂളിന്റെ ഫുൾ കൺട്രോൾ കമ്പനീസിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ NBFCസിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും കണ്ടുവരുന്നത് ഈ കവർ പൂളിനകത്ത് ഈ കമ്പനി മോശമായിട്ടുള്ള ലോണുകൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അസറ്റ് ഇട്ടുവെക്കും, NPA ആകാൻ സാധ്യതയുള്ള അസറ്റ് ഇട്ടുവെക്കും. അതുകൊണ്ട് തന്നെ നമുക്കാണ് പ്രശ്നം. നാളെ ഈ കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കവർ പൂളിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കുറെ പാടായിരിക്കും. അപ്പൊ നമ്മുടെ റിക്കവറി, നമ്മുടെ പൈസ തിരിച്ചു കിട്ടാൻ പിന്നെയും സമയം നീളും. അപ്പൊ അവിടെയാണ് വിൻഡ്വെൽത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റെപ്പ് കൂടി പോയിട്ട് കാര്യങ്ങൾ സേഫർ ആക്കുന്നത്. ഈ കവർ പൂളിന്റെ ക്വാളിറ്റി കൂടി ഇവര് ചെക്ക് ചെയ്യും. ഇപ്പൊ വിൻഡ്വെൽത്തിൽ ഒരു കമ്പനി വന്നിട്ട് സെക്യൂർഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ
അലോക്കേറ്റ് ചെയ്യുന്ന കവർ പൂളിലെ അസറ്റ്സിന്റെ ക്വാളിറ്റി വിൻഡ് വെൽത്ത് ചെക്ക് ചെയ്യും. അതിലെ ഓരോ ലോണിനെയും NBFC ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലോൺ ആയിരിക്കും അല്ലെ, ഓരോ ലോണിന്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഈ കവർ പൂൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്ത വെരിഫൈഡ് ആയിട്ടുള്ള അസറ്റ്സ് മാത്രമേ കവർ പൂൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ കവർ പൂള് ഓവർ കൊളാട്രലൈസ്ഡ് കൂടിയായിരിക്കും. കഴിഞ്ഞ ക്രിപ്റ്റോയിൽ FDയുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഓവർ കൊളാട്രലൈസേഷൻ അല്ലെ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി 50 കോടി രൂപയുടെ ബോണ്ടാണ് റേസ് ചെയ്യുന്നതെങ്കിൽ ഈ കവർ പൂളിനകത്ത് വിൻഡ് വെൽത്ത് ഉറപ്പുവരുത്തും ഒരു എക്സാമ്പിൾ ആണ് 60-70 കോടി രൂപയുടെ കൊളാട്രൽ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളാണ് സേഫ് ആകുന്നത്. നാളെ കമ്പനി പൂട്ടിപ്പോയാലും ലിക്വിഡേഷന് പോകുമ്പോൾ നമ്മുടെ 50 കോടി രൂപ റിക്കവർ ചെയ്യാനായിട്ട് 60-70 കോടി രൂപയുടെ അസറ്റ്സ് ഉണ്ടാകും. നമ്മൾ കുറെ കൂടെ സേഫ് ആയി അല്ലേ. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നത് നിങ്ങളുടെ മനസ്സിൽ സേഫ്റ്റിയുടെ കൺസേൺ ഉണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി തരാനായിരുന്നു. ബോണ്ടിന്റെ ലോകത്ത് അൺസെക്യൂർഡ് ബോൺസും ഉണ്ട്, സെക്യൂർഡ് ബോൺസും ഉണ്ട്. സെക്യൂർഡ് ബോൺസ് സേഫർ ആണ്, എന്നാൽ വിൻഡ് വെൽത്തിനുള്ള ബോൺസ് സെക്യൂർഡ് ബോൺസിനേക്കാൾ കുറച്ചുകൂടി സേഫർ ആണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും കുറവാണ്, അതുപോലെ റിട്ടേൺസും കൂടുതലാണ്. അപ്പൊ വിൻവെൽത്ത് നേരിട്ട് NBFCസുമായിട്ട് വർക്ക് ചെയ്തിട്ട്, നേരിട്ട് തന്നെ പാർട്ട്ണർ ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ബോൺസ് ഉണ്ടാക്കുന്നത്. അതിലൂടെയാണ് ഇവർക്ക് ഇതെല്ലാം പോസിബിൾ ആക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും വിൻവെൽത്തിലൂടെയുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് കുറെ കൂടെ പ്രിഫറബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടം കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ആരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് റിസ്ക് വേഴ്സസ് റിട്ടേൺസ് ആണ്. ഒബ്വിയസ്ലി ഏറ്റവും സ്പെക്ട്രത്തിന്റെ ഏറ്റവും അവസാനമുള്ളത് ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിസ്ക്കും കൂടുതലാണ്, അതുപോലെ തന്നെ റിട്ടേൺസും കുറവാണ്. ഏറ്റവും താഴെയുള്ളത് ആരാണ്? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് FD ആണ്. റിസ്ക് ഏറ്റവും കുറവാണ്, എന്നാൽ റിട്ടേൺസും ഏറ്റവും അധികം കുറവാണ്. അപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വിൻഡ് വെൽത്തിന്റെ അസറ്റ്സ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ മറ്റ് ബോൺസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തുമാണ് വിൻഡ് വെൽത്തിന്റെ അസറ്റ് ഉള്ളത്. അതായത് നോർമൽ സെക്യൂർഡ് ബോൺസുമായിട്ടോ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ബോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിസ്ക് കുറവാണ്, സേഫ്റ്റി കൂടുതലാണ്, അതുപോലെ റിട്ടേൺസ് കൂടുതലാണ്. എന്നാൽ FDയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലോ തീർച്ചയായിട്ടും റിസ്ക് കുറച്ചൊന്ന് കൂടുതലാണ്, എന്നാൽ റിട്ടേൺസോ അതിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലായിട്ട് നിങ്ങളുടെ റിസ്ക് സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾക്ക് വിൻഡ് വെൽത്തിന്റെ ബോണ്ട് അസറ്റ്സിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വിൻഡ് വെൽത്തിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വിൻഡ് വെൽത്തിന്റെ വെബ്സൈറ്റ് ഉള്ളത്. താഴേക്ക് വരികയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സിനെ ഇവർ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഉള്ളത്, നിങ്ങൾ എപ്പോ വേണമെങ്കിലും പോയാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബോൺസ് വിൻഡ് വെൽത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ NBFCസുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് ചിലപ്പോൾ 1 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കും ബോൺസിനെ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാകുള്ളൂ. ഇൻഫാക്ട് നവംബർ 25 ഇവരുടെ ഒരു പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് പലപ്പോഴായിട്ട് കുറേയധികം വിൻഡ് അസറ്റ്സ് എന്നാണ് ഇവർ ഈ ബോൺസിനെ വിളിക്കുന്നത്. ഇവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 20 വിൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞൊരെണ്ണം ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 100% സബ്സ്ക്രൈബുമായി 100% ഇൻട്രസ്റ്റ് റീപേയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ തവണയായിട്ട് ഓരോ ബോൺസ് ഇവരിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് ആകെ ഇത്രമാത്രം ബോൺസ് ഇവർ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. ഇതുവരെ ഇറങ്ങിയ എല്ലാം തന്നെ 100% സബ്സ്ക്രൈബുമായിട്ടുണ്ട്. തുടക്കത്തിലുള്ളത് 100% റീപെയ്ഡുമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ നോക്കേണ്ടത് 25 നവംബറിൽ ലോഞ്ച് ആകുന്ന വിൻഡ് ബ്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞതുപോലെ വെറും 10,000 രൂപയുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റും വരുന്നുള്ളൂ. അതുപോലെ തന്നെ 10.5% ഇൻട്രസ്റ്റ് റിട്ടേൺസ് ആനുവലി കിട്ടുന്നുമുണ്ട്. 10.5% റിട്ടേൺസ് ആണ് കിട്ടുന്നത്. ഇവിടെ അസറ്റ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, വിൻഡ് വെൽത്ത് ഓൾറെഡി സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ബോൺസിനെ ഈവൻ സേഫർ ആക്കുന്നു എന്ന്. ഈ ഒരു അസറ്റിന്റെ കേസിലും കുറച്ചുകൂടി കാര്യം സേഫർ ആക്കാനായിട്ട് ഇവർ എന്താ ചെയ്തതെന്ന് നോക്കിയേ. പ്രിൻസിപ്പൽ റീപേയ്മെന്റ് നടത്തുന്നത് എവറി 9 മന്ത്സിലാണ്. അതായത് നിങ്ങൾ ഇതിൽ 10,000 രൂപ ഇടുകയാണെങ്കിൽ ഇതിന്റെ ടെന്യോർ ഉള്ളത് 27 മാസമാണ്. അതായത് 2 വർഷത്തിനേക്കാളും കുറച്ച് മുകളിലാണ് ഇതിന്റെ ടെന്യോർ ഉള്ളത്. എന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ സേഫ് ആക്കാനായിട്ട് നിങ്ങൾ 10,000 രൂപ ഇതിൽ ഇടുകയാണെങ്കിൽ ഓരോ 9 മാസം കൂടുമ്പോഴും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 33% നിങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ ഇതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് കിടക്കില്ല. ഓരോ 9 മാസത്തിലും 3,300 രൂപ വെച്ച് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ബാക്കി എത്രയാണോ പൈസ ബോർഡിൽ കിടക്കുന്നത് അതിന്റെ പുറത്ത് മാത്രമായിരിക്കും ഇൻട്രസ്റ്റ് റിട്ടേൺസ് കിട്ടുക. ഇത്
സേഫ്റ്റി കൂട്ടാനായിട്ട് ഇവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ ഓരോ ബോണ്ടിനും ഓരോ പ്രകൃതി ഉണ്ടാകും, ഓരോ നേച്ചർ ഉണ്ടാകും. ഇതിലാണ് ഇങ്ങനെ 9 months കൂടുമ്പോൾ 33% റിട്ടേൺസ് കിട്ടുന്ന ഒരു മോഡൽ ഉള്ളത്. അടുത്ത മാസം വരുന്ന ഒരു ബോണ്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. അപ്പോൾ ഓരോ തവണ ഓരോ NBFCയുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്ററിന് ഏറ്റവും കൂടുതൽ സേഫ്റ്റി കൂടുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുകയാണെങ്കിൽ, നിയർലി 2 വർഷത്തിനേക്കാളും കുറച്ച് മുകളിലാണ് ഇതിന്റെ ടെന്യൂർ ഉള്ളത്. മന്ത്ലി ആണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് കിട്ടുക. നിങ്ങൾ 10,000 രൂപ ഇട്ടാൽ അതിന്റെ പുറത്ത് 10% ആനുവൽ റിട്ടേൺസിന്റെ മന്ത്ലി കമ്പോണന്റ് നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരികയും ചെയ്യും. മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് 10,000 രൂപയാണ്. ഓരോ 9 മാസം കൂടുമ്പോൾ ക്യാപിറ്റലിലെ 33% സേഫ്റ്റിക്ക് വേണ്ടി തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ താഴോട്ട് വരികയാണെങ്കിൽ എല്ലാം വിശദമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഇവിടെ കാര്യം നോക്കേണ്ടത്, ആർക്കാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ ബോണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യൂഗ്രോ ക്യാപിറ്റൽ എന്ന കമ്പനിയാണ് ഈ ഒരു ബോണ്ട് റേസ് ചെയ്യുന്നത്. ആ ഒരു NBFCക്കാണ് നിങ്ങൾ പണം കടം കൊടുക്കുന്നത്. ആ ഒരു കമ്പനിയെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് മേജർ ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്, അതുപോലെ ആ കമ്പനിയുടെ AUM എന്താണ്, ഗ്രോസ് NPA എന്താണ്, എല്ലാ കാര്യങ്ങളും ഫാക്ട് ചെക്ഡ് ആണ്, വെരിഫൈഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് സ്വയം വന്നാൽ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 25th നവംബറിലാണ് ഈ ഒരു ബോണ്ട് ലോഞ്ച് ആകുന്നത്. ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കഴിഞ്ഞ ബോണ്ടെല്ലാം ഇവർ ലോഞ്ച് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി സബ്സ്ക്രൈബ്ഡ് ആയി പോകുന്നതാണ്. IPO ഒക്കെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി പോകുന്നത്, കംപ്ലീറ്റ്ലി സബ്സ്ക്രൈബ് ആയി പോകുന്നുണ്ട്. കാരണം ഇതിന്റെ ടോട്ടൽ അസറ്റ് സൈസ് 50 കോടിയാണ്. അതായത് 50 കോടി രൂപയാണ് ഇവർ ഈ ബോർഡിലൂടെ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറയാതെ പോയൊരു കാര്യമുണ്ട്. ഈ 50 കോടി രൂപ റേസ് ചെയ്യുമ്പോൾ 62.5 കോടി രൂപയുടെ അസറ്റ്സ് കവർ പൂളിൽ ഇവർ ഇട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി നല്ലതാണെന്ന് വിൻവെൽത്ത് അഷ്യൂർ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ആയി പോകുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നോട്ടിഫൈ മീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, ഈ ഒരു വിൻവെൽത്ത് എന്ന പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാം. സോ ദാറ്റ് ഇത് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് മെയിൽ കിട്ടും, നോട്ടിഫിക്കേഷൻ കിട്ടും. അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നെക്കുകയാണെങ്കിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഒരു ചിലവും ഇല്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് യാതൊരുവിധ ബെനിഫിറ്റും അതിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്ര പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ദിവസം വരികയാണെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി പെട്ടെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാര്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീഡിയോയിൽ ബോണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. നമ്മുടെ ഇടയിൽ എല്ലാവർക്കും സിറോദയിലോ അപ്സ്റ്റോക്സിലോ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങനെയല്ല എങ്കിൽ സിറോദയിലും അപ്സ്റ്റോക്സിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആകുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക, ലോഗിൻ ചെയ്യുക, അതിനുശേഷം ഇവിടെ പോയി ഇൻവെസ്റ്റ് കൊടുക്കുക. അപ്പൊ ഇവര് ചോദിക്കുക നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പേരും നോർമൽ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും. അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡിമാറ്റ് ID കൊടുക്കുക. സിറോദ ആണെങ്കിലും അപ്സ്റ്റോക്സ് ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ആ ഒരു ഡിമാറ്റ് IDയും കൊടുത്തിട്ട് നിങ്ങൾ എത്രയാണോ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പണം ഇവരുടെ വെബ്സൈറ്റിൽ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ബോണ്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും. സിറോദ ആണെങ്കിലും അപ്സ്റ്റോക്സ് ആണെങ്കിലും അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ. വളരെയധികം സിമ്പിൾ ആണ് കാര്യങ്ങൾ. പ്രോസസ്സ് ഇൻഫാക്ട് വളരെയധികം സിമ്പിൾ ആണ്, ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എത്ര മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ക്യാപ്പ് ഒന്നും ഇവർ വെച്ചിട്ടില്ല. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് പറ്റിയ രീതിയിൽ മാത്രം നിങ്ങൾ ഇതിൽ പണം നിക്ഷേപിക്കുക. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള ഡിസ്കഷനിൽ നിങ്ങൾക്ക് ബോണ്ട്സ് എന്താണെന്നും അതിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. വിൻവെൽത്ത് എങ്ങനെ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ ബെറ്റർ ആക്കിയെന്ന് മനസ്സിലായിട്ടുണ്ട്. വിൻവെൽത്തിന്റെ പ്ലാറ്റ്ഫോം കണ്ടു. അപ്കമിംഗ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കണ്ടിട്ടുണ്ട്. അതിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. എപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ തീർക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ വളരെയധികം നിഷ്പക്ഷമാക്കാനായിട്ട് വിൻവെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റിസ്കുകളെ പറ്റി കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇത് എന്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഏറ്റവും ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് ആണ്. അതായത് നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരാൾക്ക്, ഒരു കമ്പനിക്ക് പണം കടം കൊടുക്കുകയാണ്. ഈ യൂഗ്രോ ക്യാപിറ്റൽ, അത് ഈ ഒരു ബോണ്ടിന്റെ കേസാണ്. നാളെ വേറൊരു വിൻവെൽത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു NBFCക്ക് ആയിരിക്കും പണം കടം കൊടുക്കുന്നത്. നാളെ ഈ ഒരു കമ്പനി പൂട്ടിപ്പോയാൽ പണം തിരിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് സെക്യൂർഡ് ബോണ്ട് ആയതുകൊണ്ട് ബാങ്ക്രപ്സിയും പ്രൊസീജിയറും ഫയലിംഗും കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും അവിടെ ഒരു റിസ്ക് ഇല്ലേ? എന്തെങ്കിലും എന്നൊരു റിസ്ക്. ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും പണം തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളൊരു ക്രെഡിറ്റ് റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ആയിട്ടാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ എന്റെ സൈഡിൽ നിന്ന് ഒരു കാര്യം പറയാനാണെങ്കിൽ,
ഈ കമ്പനി പൂട്ടിപ്പോകാനുള്ള സാധ്യതകൾ എത്രയാണ് അല്ലെ? ബോണ്ടിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ ഐ എം ഷുവർ കുറെ അധികം കേസസ് ഉണ്ട്. IL&FS DHFലും ഒക്കെ എക്സാമ്പിൾസ് ആണ്. എന്നാൽ അങ്ങനെ പൂട്ടിപ്പോകാത്ത എത്രയോ അധികം എക്സാമ്പിൾസ് വേറെയും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു റിസ്കിനെ പറ്റി സംസാരിക്കാനുള്ളത്. രണ്ടാമത്തെ റിസ്ക് ലിക്വിഡിറ്റി റിസ്ക് ആണ്. അതായത് നിങ്ങളൊരു എക്സാമ്പിളിന് ഒരു 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നിയർലി 2 വർഷത്തിന്റെ മുകളിലാണ് ഇതിന്റെ ടെന്യൂർ കണ്ടത്. 1 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പണം തിരിച്ചു വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനെ ഒറ്റയടിക്ക് വിറ്റ് കളഞ്ഞ് ലിക്വിഡിറ്റി ചെയ്തിട്ട് ആ പണം തിരിച്ചു കെട്ടൽ ചിലപ്പോൾ പോസിബിൾ ആയി കൊള്ളണമെന്നില്ല. വിൻഡ് വെൽത്ത് എന്ന കമ്പനി വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഇതിനെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് നാളെ 1 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിനെ വിൽക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിൻഡ് വെൽത്തുമായിട്ട് ബന്ധപ്പെടാം. അവർ ശ്രമിക്കും മറ്റൊരു ബയ്യറെ കണ്ടെത്താൻ, പക്ഷെ അവർ ഗ്യാരണ്ടി തരുന്നില്ല. അപ്പോൾ വിൻഡ് വെൽത്തിന്റെ ഏതൊരു ബോണ്ടിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാനസികമായി തയ്യാറാകണം അതിന്റെ കംപ്ലീറ്റ് ടെന്യൂറിലേക്കും ഇടുന്ന പൈസയെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട്. വേറെ ടെൻഷനൊന്നുമില്ല. പലരും അല്ലാത്തൊരു മൈൻഡ് സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇടയിലും നിർത്തി പോരാമല്ലോ, ഇടയിൽ ബ്രേക്ക് ചെയ്യാമല്ലോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പോസിബിൾ ആകില്ല എന്നൊരു ലിക്വിഡിറ്റി റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. മൂന്നാമത്തെ റിസ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രോഡ് റിസ്ക് ആണ്. അതായത് നോർമൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് അറൌണ്ട് നമുക്ക് ഡൗട്ട്സ് ഉണ്ടാകാം. അതിനേക്കാൾ വലിയ ഫ്രോഡ് പലപ്പോഴും നടക്കാറുള്ളത് സെക്യൂർഡ് ബോണ്ട് ആണെങ്കിൽ പോലും ആ സെക്യൂർഡ് ബോണ്ടിനെ സെക്യൂർ ആക്കുന്ന കവർ പൂളിനകത്ത് ഈ കമ്പനികൾ എന്തെങ്കിലും തട്ടിപ്പ് അസറ്റ് ഒക്കെ ഇട്ട് വെക്കലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫ്രോഡ് റിസ്ക് പലപ്പോഴും ബോണ്ട് ഇൻവെസ്റ്റ്മെന്റിലുണ്ട്. അതും ഇൻഫാക്ട് വിൻവെൽത്തിന്റെ കേസിൽ നമുക്കൊരു ട്രസ്റ്റ് വിൻവെൽത്തിന്റെ പുറത്ത് വെക്കാം. അവര് ഹാൻഡ് പിക്ക് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള അസറ്റ്സ് മാത്രമേ ആ കവർ പൂളിൽ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കുറച്ച് റിസ്ക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള നിങ്ങളുടെ ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനാണെങ്കിൽ ലോങ് ടേമിലേക്ക് നമുക്ക് എല്ലാവർക്കും ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ വേണം. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോന്റെ അകത്ത് ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വേണം. അതിനകത്ത് ഇന്ന് ഏറെക്കുറെ എല്ലാവരും FD മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. FDയുടെ കൂടെ തീർച്ചയായിട്ടും ബോൺസ് കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ബോൺസിന്റെ കേസിൽ തന്നെ വിൻഡ് വെൽത്ത് എടുക്കുകയാണെങ്കിൽ വെറും മിനിമം 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റില് 10% വരെ ആനുവൽ റിട്ടേൺസ് തരുന്ന സേഫ്റ്റി കൂടിയ ബോൺസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോങ് ടേമിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എത്താനുള്ള മറ്റൊരു ടൂള് പരിചയപ്പെട്ടു എന്ന് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്രയൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കുക. വിൻഡ് വെൽത്ത് ടീമുമായിട്ട് അവരുടെ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്താലും തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതാണ്. വീഡിയോ ഇതുപോലെ കൺസർവേറ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ? എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.